മുഹൂർത്തങ്ങൾക്കും അതിന്റേതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. മനുസ്മൃതിയെ ഭരണഘടനയാക്കാനാണ് സംഘപരിവാർ ശ്രമിക്കുന്നതെന്ന് സുഭാഷിണി അലി. മനുസ്മൃതിയെ ഭരണഘടനയായി മാറ്റാൻ സംഘപരിവാർ ശ്രമിക്കുന്നു എന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംഘടിപ്പിച്ച പൊന്നാനി മണ്ഡലം മഹിളാ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ബഹുസ്വരതയിൽ ഊന്നിയ രാജ്യത്തിന്റെ സംസ്കാരത്തെ ഏകവാദത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത്. ഭരണഘടനയാണ് ഇതിനവർക്ക് തടസ്സമായിരിക്കുന്നത്. എങ്ങനെ ഭരണഘടനയെ തകർക്കാമെന്ന ആലോചനയിലാണ് സംഘപരിവാർ ഉള്ളത്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ ഡോക്ടർ BR അംബേദ്കർ രൂപകൽപ്പന ചെയ്ത ഭരണഘടനയെ എതിർത്തവരാണ് സംഘപരിവാർ. മനുസ്മൃതിയാണ് അന്നവർ മുന്നോട്ട് വെച്ചത്. In 1949, the Constitution of India was passed. Dr. Ambedkar, he was the person who had the greatest contribution towards this constitution. And for the first time in our history, women got rights and they were to be treated as equals. Even at that time, in 1949, the RSS said, we do not accept this constitution. We do not accept this constitution of Dr. Ambedkar. We are committed to Manusmriti and we want to make laws in our country on the basis of Manusmriti. BJP പാർട്ടിയുടെ രാഷ്ട്രീയ ചിന്ത എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അവരുടെ അജണ്ട എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. 1949 കോൺസ്റ്റിറ്റ്യൂഷൻ പാസ്സായത് തൊട്ട് നമുക്കറിയാം, അംബേദ്കർ ഏറ്റവും വലിയ ആശയങ്ങൾ നിറഞ്ഞ ഒരു ഭരണഘടനയാണ് നമുക്ക് വേണ്ടി വിഭാവനം ചെയ്തു വെച്ചത്. എങ്കിൽ സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്തുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാടാണ് ഭരണഘടന വിഭാവനം ചെയ്തു വെച്ചത്. എങ്കിൽ RSS ആണ് എന്താണ് ചെയ്തത്? RSS ഈ കാഴ്ചപ്പാടുകളെ തികച്ചും നിരാകരിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകളാണ് മുന്നോട്ട് വെച്ചത്. RSS പറഞ്ഞത് ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. മനുസ്മൃതിയാണ് ഞങ്ങൾ പിന്തുടരുന്നത് എന്നുള്ളതാണ്. മനുസ്മൃതി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇത്തരത്തിലേക്ക് സ്ത്രീകളുടെ ഒരു തരത്തിലുമുള്ള അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയല്ല എന്ന് നമുക്ക് നന്നായി അറിയാം. കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ മുഖ്യാതിഥിയായിരുന്നു. അഡ്വക്കേറ്റ് KP സുമതി, VT സോഫിയ, അഡ്വക്കേറ്റ് E സിന്ധു, P ജിജി, P ഇന്ദിര, ബിന്ദു സിദ്ധാർത്ഥൻ, ധന്യ പതിയാരത്ത് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.